വാട്സ്ആപ്പ് യൂട്യൂബ് ഇറ്റ്സ് മീ ഡാംബോയ് ഗൈസ്. ഒരു LKG UKG അല്ലെങ്കിൽ അംഗൻവാടി ആ ഏജിലുള്ള കൊച്ചുകുട്ടികളിൽ നിന്ന് നമ്മൾ പേരൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും എന്ത് തരം അക്കാഡമിക്സ് ബിഹേവിയർ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? എൻട്രൻസ് എക്സാമുകളിൽ റാങ്ക് വാങ്ങുന്ന ടൈപ്പ് ഓഫ് പെർഫോമൻസ് ആണോ നമ്മൾ അത്ര ചെറിയ കുട്ടികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഒരിക്കലുമല്ല. അവരുടെ പ്രായത്തിനനുസരിച്ച് അവർക്ക് ചിലപ്പോൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് കാണും. അവർ ഈ പഠിത്തം എന്നൊരു കാര്യത്തിലേക്ക് മറ്റു കാര്യങ്ങളിലേക്കൊക്കെ കാലെടുത്ത് വെക്കുന്ന ഒരു കൊച്ചുകുട്ടിയിൽ നിന്ന് ആ ലെവൽ ഓഫ് പെർഫോമൻസ് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കില്ല. നമ്മൾ പേരൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും അവർ ചിലപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് കാണും. പതുക്കെ ചിലപ്പോൾ ചില കുട്ടികൾ പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യും, പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കി പോകും. ചിലപ്പോൾ സ്ലോ ആയിരിക്കും. അവർക്ക് അതിനനുസരിച്ചുള്ള പ്രത്യേക പരിഗണനയൊക്കെ കൊടുത്ത് കെയർ കൊടുത്ത് ഒരു സ്വന്തം പേരൻറ്റ് നോക്കുന്ന പോലെയാണ് സ്കൂളിലും നോക്കേണ്ടത്. അറ്റ്ലീസ്റ്റ് സ്കൂളിലും അങ്ങനെ നോക്കും. നമ്മൾ നോക്കുന്ന പോലെ തന്നെ കെയർ കൊടുത്ത് അവർക്ക് ഓരോരുത്തർക്കും പ്രത്യേകം പരിഗണന കൊടുത്ത് ആരെയും മാറ്റി നിർത്താതെ എല്ലാവരും ഒരുപോലെ കണ്ട് പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. അത്രയും കെയറും സ്നേഹവും കൊടുത്ത് കൊണ്ടുവരും എന്ന പ്രതീക്ഷയിലാണ് പേരൻസ് എല്ലാവരും കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നത്. കഴിഞ്ഞ ദിവസം ഹെലനോസ് പാർട്ട ഒരു വീഡിയോ ചെയ്ത് കണ്ടു. ഹെലൻ്റെ ചേച്ചിയുടെ കുട്ടിക്ക് സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വളരെ മോശമായിട്ടുള്ള ഒരു ബിഹേവിയർ, ആ കുട്ടിയുടെ അടുത്ത് അവർ ബിഹേവ് ചെയ്ത രീതി കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഹെലനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. സോ ഗൈസ്, നമ്മൾ മിസ്റ്റിക്കൽ റോസിലാണുള്ളത്. അമ്പുടുവിൻ്റെ TC ഇവരിവിടുന്ന് എഴുതി തരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വേറെ ഒന്നിനുമല്ല, ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തതിൻ്റെ പുറത്താണ് അമ്പുടുവിൻ്റെ TC ഇവർ എഴുതി തരും എന്ന് പറഞ്ഞത്. അന്തസ്സായിട്ട് അത് വാങ്ങാൻ തന്നെയാണ് ഇവിടെ നിന്നിട്ടുള്ളത്. മിസ്റ്റിക്കൽ റോസ്, കാസർഗോഡുള്ള മിസ്റ്റിക്കൽ റോസ് എന്ന് പറഞ്ഞ സ്കൂളിനെ പറ്റിയാണ് ഇവർ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അവസാനം അവർ ചെയ്ത കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞപ്പം കുട്ടിക്ക് TC കൊടുത്ത് വിട്ടു എന്നാണ് പറയുന്നത്. കുറച്ച് വയസ്സുള്ള കുട്ടിയൊന്നുമല്ല, 4 വയസ്സുള്ള LKG UKG pre-KG പഠിക്കുന്ന 4 വയസ്സുള്ള കുട്ടിയാണ്. pre-KG പഠിക്കുന്ന 4 വയസ്സുള്ള കുട്ടിയാണ് TC കൊടുത്തു വിട്ടത്. അതിൻ്റെ കാരണങ്ങൾ ഒക്കെ നമുക്ക് കേൾക്കാം. പൈസ മാത്രം എനിക്ക് പേഴ്സണൽ കുറെ ആൾക്കാരുണ്ട് ഇവിടെ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കുന്നില്ല. വെറുതെ ഞങ്ങൾ പേര് പറയണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ സംസാരിച്ച കുറെ പേരൻസ് ഉണ്ട് ഇന്നലെ. അല്ല, അവരിങ്ങനെ കരയുമ്പോൾ അടിപൊളിയാവും. നമുക്ക് സംസാരിക്കാനുണ്ട്. അപ്പോൾ എൻ്റെ മകൻ പഠിച്ചുകൊണ്ടിരുന്നത് മിസ്റ്റിക്കൽ റോസ് പ്രീ സ്കൂൾ നമ്മുടെ ഫോർട്ട് റോഡിലാണ്. ഇവിടെ നമ്മൾ ഇന്ന് വന്നത് അമ്പുഴ കൂട്ടാനായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഒരു മിസ് പറഞ്ഞു ഇമേജിനെ പ്രിൻസിപ്പൾ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, കാണാന്ന് പറഞ്ഞ് പോയ പാടെ പെണ്ണുങ്ങൾ ടീച്ചർ എന്ന് പറഞ്ഞു. ഇമേജ് ഞാൻ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു സംഭവം തുടങ്ങുന്നതിന് മുന്നേ എല്ലാ പാരന്റ്സിനോടും ഒരു കാര്യം പറയാം. നിങ്ങളുടെ മക്കള് സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങൾ വീട്ടിൽ വന്ന് പറയുന്ന സമയത്ത് അതൊരു ചെവിയിലേക്ക് കേട്ടിട്ട് അപ്പുറത്തെ ചെവിയിലെ നിങ്ങൾ തള്ളിക്കളയുന്നതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഈ വീഡിയോ ചെയ്യേണ്ടി വരുന്നത്. ഭൂരിഭാഗം പേരൻസും ചെയ്യാത്തൊരു കാര്യമാണ് കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുക. ചെറിയ പ്രായത്തിൽ തൊട്ട് തന്നെ അവരോട് അവരുടെ വിഷമങ്ങൾ കേൾക്കുക, അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, അവർ പറയുന്ന വിഷമങ്ങൾക്ക് സൊല്യൂഷൻസ് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. അവരുമായിട്ട് ഒരു നല്ല കമ്മ്യൂണിക്കേറ്റർ, ഒരു ഫ്രണ്ട് സംസാരിക്കുന്ന പോലെ ചെറുപ്പം തൊട്ട് തന്നെ കുട്ടിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നത് വളരെ വലിയൊരു കാര്യമാണ്. അങ്ങനെ ചെയ്യാതെ വരുമ്പോഴാണ് കൂടുതൽ പ്രായം ആവും തോറും അവർക്ക് ഉണ്ടാകുന്ന വിഷമങ്ങൾ, സംഘർഷങ്ങൾ, മാനസിക ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊന്നും കുട്ടികൾ പേരൻസിനോട് ഷെയർ ചെയ്യില്ല പിന്നെ അങ്ങോട്ട് ചെല്ലും തോറും. അപ്പോൾ ചെറുപ്പം തൊട്ട് തന്നെ എന്ത് ചെയ്യുക, അവർ ഓരോ കാര്യങ്ങൾ പറയുന്നതിന് നമ്മൾ കണക്കിലെടുക്കുക. അതിന് തക്കതായിട്ടുള്ള മറുപടികൾ കാര്യങ്ങൾ അവരെ ആശ്വസിപ്പിക്കുക. ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ആശ്വസിപ്പിച്ച് കൊണ്ടുപോകാൻ പഠിക്കുക. അവരെ കേൾക്കാൻ പേരൻസ് തയ്യാറാണോ? അത് ഭൂരിഭാഗം പേരൻസും ചെയ്യുന്നില്ല. ഞാനിവിടെ 7 വർഷം മുന്നേ വർക്ക് ചെയ്ത സ്കൂളാണ് മിസ്റ്റിക്കൽ റോസ്. ഞാൻ എന്റെ ഒരു നിർബന്ധത്തിന്റെ പുറത്ത് ബെസ്റ്റ് ആയിരിക്കും മുമ്പത്തെ പോലെ തന്നെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് ബെസ്റ്റ് ആയിരുന്നല്ല, ഓരോ സമയത്തിലും ബെസ്റ്റ് ആയിരിക്കും എന്നൊരു പ്രതീക്ഷയിലാണ് ഞാനിവിടെ അമ്പുടുവിനെ ഇവിടെ കൊണ്ട് ചേർത്തത്. കളിക്കേണ്ട പ്രായത്തിൽ ഞാൻ കുഞ്ഞിനെ കൊണ്ട് പറഞ്ഞതാണ് ഇവിടെ അങ്കൻവാടിയിൽ വിട്ടിട്ട്. പിന്നെ ഇത് ഭയങ്കര കിടിലൻ പണ്ടത്തെ പേര് കേട്ട സ്കൂളാണ്. 20 years ഓഫ് ഇതെല്ലാം ഉണ്ട്. സത്യം തന്നെ ഞാൻ അപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പോയി pre-KG ടൈമിൽ അവന് കുറെ ലീവ് ആക്കണം. ഇമ്മ്യൂണിറ്റി പ്രശ്നമുണ്ട്, ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. pre-KG IAS മൊത്തം ഞങ്ങൾ വീട്ടിലിരുന്ന് വേണ്ടിയിട്ട് ഇവർ ടീച്ചേഴ്സ് ഇവിടെ എഫേർട്ട് എടുത്തിട്ടില്ല എന്ന് നമ്മൾ തീരെ പറയുന്നില്ല. കുട്ടികളുടെ എഫേർട്ടും കാര്യങ്ങളും ഇവർ എടുക്കുന്നുണ്ട്, അതല്ല വിഷയം. ഇന്ന് നമ്മൾ വന്നെന്താ വെച്ചാൽ മിസ് വിളിച്ചു ചോദിച്ചു. ഇന്നലെ അമ്പുടു എഴുതിയതിൽ ചെറിയൊരു 23-32 ആയിരത്തി സാധനം. അപ്പൊ മിസ് ടിക്കറ്റ് കൊടുത്തതിന് ഇമേജ് ചോദ്യം ചെയ്തു എന്നുള്ളത് സത്യം തന്നെയാണ്. അതിപ്പോ നമ്മൾ വീട്ടിൽ നിന്ന് ആ കുട്ടീന്റെ ബുക്ക് ചെക്ക് ചെയ്യുന്നതുകൊണ്ടല്ലേ നമുക്ക് വിളിച്ച് പറയാൻ തോന്നിയത്. അതെന്തുകൊണ്ട് ഇവർ മനസ്സിലാക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ വന്നിരുന്ന സമയത്ത് ഇമേജിനോട് ആയതിനെ അവർ റേസ് ആയി കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചോദിച്ചേ, ഞാനൊരു കാര്യം ചോദിച്ചു. ഞാനൊരു കാര്യം ഞാൻ എന്തായാലും ചോദിച്ചു. എന്തോ ഒരു കാര്യം ചോദിച്ചപ്പോ അവരെന്തോ മോശമായിട്ട് പറഞ്ഞപ്പോ അതെങ്ങനെയാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചപ്പോ ഇവര് ഒരു എണീക്കല, അവരാ ഇരുന്നിടന്ന് ഒരു മാറലങ്ങോട്ട്
എന്നോട് പറഞ്ഞു യു കാൺ ടോക്ക് ഹിയർ, പിന്നെ നിയാന്റെ പാരന്റ് സംസാരിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു അവരുടെ വെച്ചിട്ടുണ്ടെങ്കിൽ ശരി, നിമ്മേച്ചിയാണ് പ്രസവിച്ച ശരി തന്നെയാണ്. അല്ല, ഞാൻ പറഞ്ഞു ഞാൻ നോക്കിയതിനേക്കാളും ഞങ്ങൾക്ക് എത്ര ഇതുണ്ടോ അതിനേക്കാളും അവർക്കുണ്ട്. കാരണം ഞാൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് ഇവരാണ് അവനെ നോക്കിയത്. ഞാൻ പറയുന്നത് ഇവരോട് ഗെറ്റ് ഔട്ട് ഇവള് മിണ്ടാണ്ട് ഞാൻ ഇവിടെ പറഞ്ഞു സാറെ പോട്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു. വഴിയെ പോയ ആരെയും വിളിച്ചോണ്ട് വന്ന് സംസാരിക്കാൻ വേണ്ടി കൊണ്ട് നിർത്തിയല്ലോ, അവരുടെ അനിയത്തിയല്ലേ ഇതിപ്പോ. അപ്പൊ എന്തായാലും സ്വന്തം ഫാമിലി മെമ്പർ അല്ലേ, അവർക്ക് അവിടെ നിന്ന് കുട്ടിയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു കെയർ ടേക്കർ അവർ പറയുന്നുണ്ട്. അവർ ആ ചേച്ചി നോക്കിയതിനെക്കാട്ടിലും കൂടുതൽ ഹെലനാണ് കുട്ടിയെ നോക്കിയിട്ടുള്ളത്. കുട്ടിയുടെ കാര്യങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കുന്ന ആളാണ്. അപ്പോൾ അവർക്കും കുട്ടിയെ പറ്റി സംസാരിക്കുന്ന അല്ലെങ്കിൽ കുട്ടിയെ പറ്റിയുള്ള കാര്യങ്ങൾ കേൾക്കാനുള്ള റൈറ്റ്സ് ഇല്ലേ. എന്നിട്ട് നമ്മൾ ഓക്കെ ആണ്, നമ്മുടെ മകൻ നാളെ ഇവിടെ പഠിക്കേണ്ടതാണല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് CCTV ചെക്ക് ചെയ്യാൻ നിങ്ങൾക്കറിയാം, ഞാൻ ഇങ്ങനെ വന്നിരുന്നു പറയില്ല. ഇവർക്ക് CCTV ഫുട്ടേജസ് വേണമെങ്കിൽ പുറത്ത് വിടാം. നമ്മൾ മോശമായിട്ട് ഒരു സംഭവത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ മാപ്പ് പറയാൻ റെഡിയാണ് ഗൈസ്. അവൻ ഭയങ്കര സ്ലോ ആണ് എഴുതാൻ, അത് സ്ലോ ആണ്. അത് എല്ലാ കുട്ടികളും ഞാൻ IAS നല്ല നമ്മൾ പഠിക്കുന്നത്. pre-KG പഠിക്കുന്ന ഒരു മോനാണ്, UKG അല്ലേ പഠിക്കുന്ന ഒരു മോനാണ്. അത് എന്റെ മോനെ IAS കൂടി ചേർത്തല്ല ഇവിടെ. സ്ലോ ആണ് എഴുതുന്നത്, പിന്നെ ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് എന്റെ മോൻ മന്ദബുദ്ധിയല്ല. ഇപ്പൊ നിങ്ങൾ 1000 പ്രാവശ്യം എന്റെ മോനെ 1000 പ്രാവശ്യം എന്റെ മോനെ ഇപ്പൊ നിങ്ങൾ മന്ദബുദ്ധിയാക്കിയിട്ടുണ്ട്. ഇൻഡയറക്റ്റ് ആയിട്ട്. അതെ, ഹെലൻ പറഞ്ഞാല് IAS പഠിക്കുന്ന കുട്ടിയൊന്നും അല്ലല്ലോ. അത് അവരാ പഠിക്കുക, എഴുതുക, നോളജ് അക്വയർ ചെയ്യുക, അങ്ങനെ ഒരു ലെവലിലേക്ക് അവര് കാലെടുത്ത് വെക്കുന്നല്ലേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു കാര്യം അവരുടെ ഫ്രണ്ടിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർ ഒബ്വിയസ്ലി സ്ലോ ആയിരിക്കും. അതിനനുസരിച്ച് അവർക്ക് അവരെ കെയർ ചെയ്ത് അവർക്ക് പ്രത്യേക അറ്റൻഷൻ കൊടുത്ത് കൊണ്ടുവരാൻ പറ്റുന്നവരായിരിക്കണം ടീച്ചേഴ്സ്. വലിയ കുട്ടികളെ പഠിപ്പിക്കുന്ന പോലല്ലോ കുഞ്ഞി പിള്ളേരെ പഠിപ്പിക്കുന്നത്. അവർക്ക് അവരുടെ പ്രായത്തിൻ്റെതായിട്ടുള്ള, അവർക്ക് ഇതൊരു ന്യൂ തിങ് ആയപ്പോൾ ചെറിയ പ്രായത്തിൻ്റെതായിട്ടുള്ള വികൃതികൾ കാണും. അവർക്ക് അറ്റൻഷൻ ചിലപ്പോൾ കുറവായിരിക്കും, തുള്ളിച്ചാടി നടക്കാൻ ശ്രമിക്കും. അപ്പോൾ അവരെ എല്ലാവരെയും അതിനനുസരിച്ച് കൺട്രോൾ ചെയ്യാനും ആ ഒരു രീതിയിൽ അവരോട് ബിഹേവ് ചെയ്യുകയൊക്കെ വേണം, അവരെ ട്രീറ്റ് ചെയ്യാൻ വേണം. ഞാൻ ഇതിന് മുന്നത്തെ ഒരു കംപ്ലൈന്റ് വെച്ചാൽ ഒരു ടിഫിൻ ബോക്സിന്റെ ഒരു കംപ്ലൈന്റ് വെച്ചാൽ പിന്നെ അതില് ചോക്ലേറ്റ് സ്റ്റെയിൻ ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഉണ്ടായതാണ്. ഇവർ കുട്ടീനെ മുന്നേ തുറന്നിട്ട് ഇവർ പറയുന്ന റീസൺ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തിട്ടുണ്ടാവില്ല. ഞാൻ പറയുന്നില്ല, അവൻ കുഞ്ഞാണ്. ഇപ്പൊ ഞാനാണ് അവന്റെ സ്ഥാനത്ത്. എന്റെ ടിഫിൻ ബോക്സ് ടീച്ചർ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് നമ്മളെ കുട്ടികൾ അത് തന്നെ നോക്കി നിൽക്കും. കുട്ടികൾ അത് തന്നെ നോക്കി നിൽക്കുന്ന കാര്യത്തിൽ ഒരു സംശയമാണ്. ടീച്ചർ സംസാരിക്കുന്നുണ്ട്, ടിഫിൻ ബോക്സ് പരസ്പരം കാണിക്കുന്നുണ്ട്. അപ്പൊ ഒബ്വിയസ് ആയിട്ട് മാച്ചൊക്കെ എന്താ വിചാരിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ടിഫിൻ ബോക്സിൽ ക്ലീൻ ഇല്ലാത്തത് കൊണ്ടാണോ പറഞ്ഞത്. വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ഇനി ഞാൻ ടിഫിൻ ബോക്സ് കൊണ്ടുപോകില്ല, നിങ്ങൾ നീറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇനി സ്കൂളിലേക്ക് പോകില്ല എന്നൊക്കെ വന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നിമേശി വിളിച്ച് ചോദിച്ചു. അപ്പം മിസ് വിളിച്ചു നിമേശ പിന്നെ ഒരു ടിഫിൻ ബോക്സ് കുട്ടികളെല്ലാവരും ടിഫിൻ കഴിക്കുന്നുണ്ടേ, ഇവന്റെ മാത്രം ടിഫിൻ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഒബ്വിയസ്ലി കുട്ടിക്കൊരു തോന്നൽ വരും, ഓ ഇനി ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ. ടിഫിൻ ബോക്സ് എടുത്തുകൊണ്ട് പോയി അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒബ്വിയസ്ലി കുട്ടിക്കൊരു പേടി വരും. എന്തായാലും വിചാരിക്കും, അയ്യോ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ, മറ്റാരുടെയും കൊണ്ടുപോകുന്നില്ലല്ലോ, ഞാൻ മാത്രം എന്താ ഇങ്ങനെ, എൻ്റെ ടിഫിൻ ബോക്സ് മാത്രം എന്താ കൊണ്ടുപോയത്, അപ്പം അതിനകത്ത് ക്ലീൻ അല്ല എങ്കിൽ എന്ന രീതിയിൽ, ക്ലീൻ അല്ല എന്നുള്ള രീതിയിൽ കുട്ടിയുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയണമെന്നില്ല. ശരിക്കും ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ അത്രയും പിള്ളേരുടെ മുന്നേ വെച്ച് കുട്ടിയുടെ അടുത്തല്ല അതിനെപ്പറ്റി കാര്യങ്ങളൊക്കെ പറയേണ്ടത്. ഇപ്പോൾ ഈവൻ ഇഫ് അതിൽ അങ്ങനെ ഒരു സ്റ്റെയിൻ ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിനെ കുട്ടിയുടെ അടുത്ത് നിന്ന് തന്നെ അത് വേണമെങ്കിൽ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി വല്ലതും കൊടുക്കാം. അല്ലാതെ അത് എടുത്തുകൊണ്ട് പോയി അത്രയും ആൾക്കാരുടെ മുന്നേ വെച്ച് അത് ഡിസ്കസ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇന്ന് കുട്ടിക്ക് കാണുമ്പോൾ കുട്ടി അവനെന്തോ വലിയ തെറ്റ് ചെയ്ത രീതിയിലായിരിക്കും കുട്ടി അത് എടുക്കുക. ഇപ്പം തന്നെ വീട്ടിൽ വന്ന് പറഞ്ഞത് അത് ടിഫിൻ ബോക്സ് കൊണ്ടുപോകുന്നില്ല, അങ്ങനെ ടീച്ചേഴ്സ് പറഞ്ഞു എന്നാണ് പറയുന്നത്. കുട്ടിക്ക് അത് ശരിക്കും അത് മെന്റലി അത് ഹർട്ടാവും അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. അത് ശരിക്കും പേരൻസിനോടല്ലേ വിളിച്ചിട്ടുണ്ട്, കുട്ടിയുടെ കാര്യങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പേരൻസിനോടാണ് വിളിച്ചു പറയുന്നത്. ഈവനിങ് അങ്ങനെ സ്റ്റെയിൻ ഉണ്ടെങ്കിൽ തന്നെ പേരന്റിനോട് പറയാ ശ്രദ്ധിക്കണം എന്ന് പേരൻസിനോട് വിളിച്ചു പറയാം, കുട്ടിയോടല്ല അത് പറയേണ്ടത്. നെക്സ്റ്റ് ഡേ വന്നിട്ട് അമ്മ അത് എന്നോട് മാത്രമല്ല അവനോട് എല്ലാവരോടും പറഞ്ഞത് ഓനൊരു കാര്യം അത്രയും ഫീൽ ആവാണ്ട്, ഇപ്പൊ ഞാൻ ചീത്ത പറഞ്ഞാലും ഇവിടെ ചീത്ത പറഞ്ഞാലും ഫീൽ ആവാണ്ട് ഓനങ്ങനെ വന്ന് പറയുന്ന കുട്ടിയേ അല്ല. നമുക്ക് ഞാൻ ഓന ഇന്ന് വരെ അമ്മ ഞങ്ങൾ ആരും എടുത്ത് പൊക്കി വെച്ചിട്ട് തെറ്റേ പറഞ്ഞിട്ടുള്ളൂ. അത് കഴിഞ്ഞു എന്നിട്ട് നെക്സ്റ്റ് ഡേ വന്നിട്ട് അമ്മ ഞാൻ കളു പറഞ്ഞു മിസ് പറഞ്ഞു. അപ്പൊ അവർ ചോദിച്ചെന്ന് ഞാൻ ആര് കളിയാക്കിയത് അങ്ങനെ ചോദിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ട് കുട്ടി അങ്ങനെ തന്നെ വിചാരിക്കുള്ളൂ, അത് എന്റെ മുന്നല്ല ആരാരും അങ്ങനെ തന്നെ വിചാരിക്കുള്ളൂ. സൈക്കോളജി അറിയാം, പക്ഷെ ഇതൊന്നും അറിയില്ല. നിമേഷിനെ കുറെ ടീച്ചിങ് പഠിപ്പിച്ചതുകൊണ്ട് നിങ്ങളൊരു കാര്യം പറയാം, നിങ്ങൾ 100% എന്റെ വീഡിയോ കാണുന്ന കാര്യങ്ങൾ പറയാം. നിങ്ങൾ ഇവിടെ കുറെ ടീച്ചറുടെ ധർമ്മം, ടീച്ചർ അങ്ങനെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. നിങ്ങൾ എന്താ പറഞ്ഞത്, മോനെ ഇവിടെ നിന്നാൽ പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ എന്റെ മോനെ ഞാൻ ഇവിടെ മാറ്റാന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്, ഐ വിൽ ബി ദ ഹാപ്പിയസ്റ്റ്. ഇഫ് യു ടേക്ക് നിയാൻ ഫ്രം മൈ സ്കൂൾ ഐ വിൽ ബി ദ ഹാപ്പിയസ്റ്റ്. നിങ്ങളൊരു ടീച്ചറാണോ, ഒരു അധ്യാപികയാണല്ലോ നിങ്ങൾ. അപ്പൊ നമുക്ക് സ്വാഭാവികത കുട്ടി പഠിക്കുന്നില്ല, എന്തുകൊണ്ട് പഠിക്കുന്നില്ല, കൊണ്ടുപോയാൽ ഭയങ്കര ഹാപ്പിയസ്റ്റ് ആയിരിക്കുന്നത്. ഈ 4 വയസ്സുള്ള കുട്ടി അവിടെ എന്തുമാത്രം ട്രബിൾ ഉണ്ടാക്കിയിട്ടാണ് ഇവരിങ്ങനെ പറയുന്നത്. അല്ല, നമുക്ക് മനസ്സിലാവും 4 വയസ്സുള്ള ഒരു കുട്ടിക്ക് എന്തുമാത്രം ഗുരുത്തക്കേടൊക്കെ കാണിക്കാം. ഈവൻ ഇഫ് അത്ര ഗുരുത്തക്കേടാണെങ്കിൽ തന്നെ എന്തുമാത്രം ഗുരുത്തക്കേട് കാണിക്കാം. TC കൊടുത്ത് വിടാനും മാത്രം
അല്ലെങ്കിൽ ഇത്ര ടീച്ചറിനെ കുത്തിമറിയാനുള്ള സന്തോഷം വരാനും മാത്രം വരുന്ന മാത്രം ലെവൽ ഓഫ് കുരുത്തക്കേട് ഒരു 4 വയസ്സുള്ള കുട്ടി കാണിക്കുമോ? ഇത്രയും ചെറിയൊരു കുട്ടിയെ ഒരു മയത്തിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത, ആ കുട്ടി പഠിക്കാൻ സ്ലോ ആയത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകളെയാണോ ടീച്ചേഴ്സായിട്ട് അപ്പോയിന്റ് ചെയ്യേണ്ടത്? നാഷണൽ ലെവലിൽ ടഫ് കോമ്പറ്റേറ്റീവ് എക്സാം ഒന്നും എഴുതാനല്ലോ ഈ കുട്ടിയെ പഠിപ്പിക്കുന്നത്. ബേസിക് അക്ഷരങ്ങളും കാര്യങ്ങളും അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെയല്ല പഠിപ്പിക്കുന്നത്. അത് ഒരു കുട്ടി മനസ്സിലാക്കിയില്ലെങ്കിൽ അതിനെ പ്രത്യേകം കെയർ കൊടുക്കണം. അല്ലാതെ TC സ്കൂൾ മാറ്റം എന്ന് പറയുമ്പോൾ തുള്ളിച്ചാടി ഐ വിൽ ബി ദ ഹാപ്പിയസ്റ്റ് എന്ന് പറഞ്ഞ് അല്ല പേരൻസിൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യേണ്ടത്. ഇവരൊക്കെ കുട്ടികളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് യാതൊരു ബോധവും ഇല്ലാതെയാണ് ഈ ടീച്ചർ എന്ന പേരും പറഞ്ഞ് അവിട്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ നിന്നോട് അത്രയും മോശമായിട്ട് പറഞ്ഞു, നിങ്ങളോട് ഗെറ്റ് ഔട്ട് പറഞ്ഞപ്പോഴും ഞാൻ പറയില്ല നിങ്ങളോട് മര്യാദയ്ക്ക് സംസാരിക്കും, നിങ്ങൾക്കില്ല. ഞാൻ പറഞ്ഞു എന്റെ എന്ത് പറഞ്ഞാലും എന്റെ ഫസ്റ്റ് എഴുതാതെ ഉള്ളൂ. അപ്പോൾ അവളോട് അങ്ങനെ നിങ്ങൾ പറയാൻ റൈറ്റ് നിങ്ങൾക്കില്ല. ഞാൻ വന്നതിനേക്കാളും ഫോളോ പ്രീക്കേജ് ഏറ്റവും കൂടുതൽ ഇവളും എന്റെ പാരന്റ്സുമായിരിക്കും ഏറ്റവും കൂടുതൽ വന്നിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് പറയാനില്ല. ഞാൻ അപ്പോഴും നിങ്ങളോട് ഫുൾ റെസ്പെക്ട് ആണ് ഞാൻ സംസാരിച്ചത് പറഞ്ഞിട്ടായിട്ട് ഈസി എടുത്തോ. അല്ല അങ്ങനെ പറഞ്ഞത്. പിന്നെ നിങ്ങൾ ഈ പിന്നെ ഇതിലൊന്ന് പിന്നെ ഇത് എന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനി പിന്നത്തേക്ക് TC വെക്കാൻ നിൽക്കണ്ട. ഇപ്പൊ തന്നെ TC എടുത്തിട്ട് ഈ മന്ദബുദ്ധിയായ കുട്ടീനെ കൊണ്ട് ഇവിടുന്ന് പോകണം എന്നാണ് അവർ പറഞ്ഞത്. അവർ പറയും ഞങ്ങൾ അങ്ങനെ ആദ്യം വിളിച്ചപ്പോഴും പറഞ്ഞു ഞാൻ കരഞ്ഞു ആക്കിയിട്ട്. അടി 4 വയസ്സുള്ള കുട്ടിക്ക് എന്തുമാത്രം കഴിവാണ് ഇവർ എക്സ്പെക്ട് ചെയ്യുന്നത്? 4 വയസ്സുള്ള കുട്ടിയിൽ നിന്ന് നിങ്ങൾ കഴിവില്ല എന്ന് പറയാനും മാത്രം എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഈവൻ തോ ഓക്കെ ഒന്നും പറ്റുന്നില്ല എങ്കിൽ കൂടി അത് ഈ ഒരു രീതിയിലാണോ ഒരു പേരൻറ്റിൻ്റെ അടുത്ത് അവർ റെപ്രസെൻറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്? ഇതിനെയൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു രീതിയില്ലേ? കൊച്ചു കുട്ടികളുടെ കാര്യം എന്ന് പറയുമ്പോൾ അത്ര ഡെലിക്കേറ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട വിഷയങ്ങളാണ്. ഇമാജിൻ ഒരു കുട്ടിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്, മെൻ്റലി ചലഞ്ചഡ് ആണ്, അങ്ങനെ ഒരു കുട്ടിയാണെന്ന് തന്നെ ഇരിക്കട്ടെ, അത് ഈ ഒരു രീതിയിലാണോ അവർ ഹാൻഡിൽ ചെയ്യേണ്ടത്? ഇങ്ങനെ ഇവന് കഴിവില്ല, സ്കൂളിന് റെപ്യൂട്ടേഷനെ ബാധിക്കും, ഇവൻ TC വാങ്ങിക്കൊണ്ട് പൊക്കോ, അങ്ങനെ രീതിയിലാണോ ആ കുട്ടിയെ ഹാൻഡിൽ ചെയ്യേണ്ടത്? ഞാൻ എന്നിട്ട് ഉണ്ണേട്ടനെ വിളിച്ച് ഞാൻ അപ്പോഴും ഞാൻ കാര്യം വെച്ചാല് അതൊരു കാരണം ഞാൻ പറയട്ടെ, രണ്ടാമത്തെ കാര്യം ഇവരിവിടെ സിംഗിങ് കോമ്പറ്റീഷൻ വെച്ചപ്പോ എന്റെ മോൻ പാടിയത് മാമ്പഴം കവിതയാണ്. അത് ആരും പഠിപ്പിച്ചു കൊടുത്തതല്ല. നോക്കിക്കോട്ടെ ഇവരെ പാടിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. പിന്നെ നീ ഇൻസ്റ്റ അമ്പിടും, നിങ്ങളത് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനകത്ത് അവൻ പാടിയ കവിത. പിന്നെ രണ്ടാമത്തെ എന്ന് വെച്ചാൽ പിന്നെ ഏകദേശം എല്ലാ കാര്യങ്ങളും അവൻ പറയാറുമുണ്ട്, സംസാരിക്കാറുമുണ്ട്. പിന്നെ ഈ മാഡത്തിനോടാണ് എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ ചോറാണ് തിന്നുന്നത്, മനസ്സിലായില്ലേ? നിങ്ങൾ ഇൻഡയറക്ട്ലി എൻ്റെ മകന് തീരെ ബുദ്ധിയില്ല എന്ന് പറഞ്ഞത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഞങ്ങൾക്കുണ്ട്. ഇനി ഞങ്ങളെ മകൻ കാരണം നിങ്ങളുടെ സ്കൂളിൽ ഒരു ബുദ്ധിമുട്ട് വരരുതെന്ന് അവരിങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. ടേക്ക് യുവർ ചൈൽഡ് ആൻഡ് ലിവ് എന്നാണ് അവർ പറഞ്ഞത്. അല്ലാണ്ട് പൊന്നു പെണ്ണുങ്ങളെ നിങ്ങൾ ഈ പൈസ ഇടി മൊത്തമായി ലിവ് എന്ന് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. അതിന് മുന്നേ ഞങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞു TC എടുക്കുന്നു, ഞാൻ TC എടുക്കുന്നു. അല്ല എടുക്കുന്നല്ല പറഞ്ഞത്, ഗെറ്റ് ഹിസ് TC ആൻഡ് ലിവ് എന്നാണ് പറഞ്ഞത്. ഐ വിൽ ബി ദ ഹാപ്പിയസ്റ്റ് ഇഫ് ദിസ് ചൈൽഡ് എന്നാണ് പറഞ്ഞത്. ഇഫ് ദിസ് ചൈൽഡ് ഈ സ്കൂളിൽ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നുള്ളത് മനസ്സിലായില്ലേ? ഞങ്ങൾ വേറെ സ്കൂളിൽ ഇട്ടിട്ടോ പാസ് ആവുന്നുണ്ടോ ഇല്ലെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. ഞാൻ അവരോട് പറഞ്ഞു തന്നിട്ട് ഞാൻ കാര്യം വെച്ചാല് നമ്മള് അത്രയും റെസ്പെക്ട് കൊടുക്കുന്ന ഒരാൾ ഇത്രയും ഒരു തരം താഴ്ന്ന സ്വഭാവമാണെന്ന് അറിയുമ്പോൾ ഒരു സങ്കടം. ഇപ്പോ മോസ്റ്റ് ഓഫ് ദി സ്കൂൾസ് ഇപ്പോൾ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു കച്ചവടം പോലെ കാണുന്ന ഒരുപാട് സ്കൂൾസ് ഇപ്പോൾ ഇവർ തന്നെ പറ്റി പറയുന്നുണ്ട്, ഇത് ഒരുപാട് പൈസയൊക്കെ ഡൊണേഷൻ വാങ്ങുന്ന സ്കൂളാണ് ഇതാണെന്നൊക്കെ. ടീച്ചേഴ്സിനൊന്നും പിള്ളേർ നന്നായില്ലെങ്കിൽ എന്താ അവർക്ക് കുറേ ഡൊണേഷൻ കിട്ടണം. എസ്പെഷ്യലി ഹയർ അതോറിറ്റീസ് ഇരിക്കുന്നവർക്ക് അവർക്ക് കുറേ ഡൊണേഷൻ കിട്ടണം, അത് ഇത് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പ്യൂർലി ബിസിനസ് എന്ന നിലയ്ക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭൂരിഭാഗം മാറിയിട്ടുണ്ട്. ഇപ്പോൾ വളരെ കുറച്ച് മാത്രമേ അങ്ങനെ അല്ലാത്തൊക്കെ ഉള്ളൂ. ഗവൺമെൻറ് സ്കൂളുകളിലൊന്നും പിള്ളേരൊന്നും കാണാൻ പോലും ഇല്ല. ഇപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഡൊണേഷൻ കൊടുത്ത് വിടുന്ന സ്കൂളുകൾ മതി. അപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽസ് അങ്ങനെ അവരുടെ മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും പിള്ളേരെ അടിച്ച് പിടിച്ച് കുറേ മാർക്കുണ്ടെന്ന് കാണിക്കണം, ബാക്കിൽ നിൽക്കുന്ന പിള്ളേരെ മുന്നോട്ട് കൊണ്ടുവരണം എന്നല്ല ഇവർ ചിന്തിക്കുക. കുറച്ചെങ്കിലും പിന്നോട്ട് ആയി കഴിഞ്ഞാൽ അവരെ സ്കൂളിൽ നിന്ന് ഒഴിവാക്കുക, സ്കൂളിൻ്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും. കുറച്ചൊക്കെ പ്രായമുള്ള അല്ലെങ്കിൽ ഒരു ഹൈസ്കൂൾ +1 +2 അങ്ങനെയൊക്കെ ഉള്ളവരുടെ അടുത്ത് പഠിക്കുന്നില്ല, മുന്നോട്ട് വരുന്നില്ല എന്നൊക്കെ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യുക. അത്ര പ്രായമായിട്ട് ഇത്ര ക്ലാസ്സിലൊന്നും ബിഹേവ് ചെയ്യുന്നില്ല, പഠിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് പിന്നെ അക്സെപ്റ്റ് ചെയ്യാം. ഇത് ഈ കൊച്ചുകുട്ടിയുടെ അടുത്ത് ഇങ്ങനെ പറയുമ്പോൾ അതെങ്ങനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? ഇവർ ശരിക്കും കുട്ടികളെ പഠിപ്പിക്കണം എന്നുള്ള മെൻറ്റാലിറ്റി തന്നെയാണോ ഇവർ ഈ സ്കൂൾ നടത്തുന്നത്? അത് ഇവർക്ക് കുറേ പൈസ കിട്ടും. എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഇവർക്കുണ്ടെന്ന് തോന്നുന്നില്ല. നാച്ചുറലി കഴിവുള്ള കുറേ കുട്ടികൾ കാണും, അവർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ പഠിച്ചു പോകും. അല്ലാത്തവരെ പഠിപ്പിക്കണം എന്നൊരു ചിന്ത ഇവർക്കുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഇവർക്ക് കുറേ പൈസ കിട്ടണം എന്നുള്ള മൈൻഡ് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഈവൻ തോ അവൻ പഠിക്കുന്നില്ല എങ്കിലും അവനെ അതിനനുസരിച്ച് സപ്പോർട്ട് കൊടുത്ത് കെയറും കാര്യങ്ങളൊക്കെ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചേനെ. ഇത് അവർക്ക് അതൊന്നും കൊടുക്കാൻ വയ്യ,
പഠിക്കാത്ത കാരണങ്ങൾ ഇത് ഓക്കെ അത് ചോദ്യം ചെയ്തപ്പോൾ പൊക്കോ. ഇവർക്ക് നാച്ചുറലി ടാലൻ്റ് ആയിട്ടുള്ള ഓൾറെഡി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന കുട്ടികളെ മതി, എന്നിട്ട് കുറേ ഫീസും വേണം. പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ കുറച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ മുന്നോട്ട് കൊണ്ടുവരാൻ ഇവർക്ക് എഫേർട്ട് ഇടാൻ താല്പര്യമില്ല എന്നാണ് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു കാര്യം കുഞ്ഞിനെ പറഞ്ഞേ വീട്ടില് എല്ലാം പോട്ട് എന്നിട്ട് ഞാൻ ചോദിച്ചാൽ പറഞ്ഞത് നിമ്മി ഇത് ബെസ്റ്റ് ടൈം മാറ്റാനുള്ളത് LKG മാറ്റിക്കോ, അതാണ് നല്ലത്. ഇവരിവിടെ വന്നിട്ട് അതെങ്ങനെയാ ഇവരെ പേടിച്ചിട്ട് പറയൂ, എന്നിട്ട് നമ്മളെ പേടിച്ചിട്ടൊന്ന് പറയും ആയിക്കോട്ടെ മാറ്റുന്ന. ഞാൻ ഇവര് TC എടുക്കുക പറഞ്ഞ രീതി ഉണ്ടല്ലോ. We'll be the happiest, man. We'll be the happiest. Our Nian will be the happiest. സത്യമായിട്ട് കേടെടുക്കും കൊണ്ടത് അങ്ങോട്ട് നമ്മുടെ സ്കൂൾ മാറ്റി അത് ഞാനോട് പറഞ്ഞു. കംപ്ലൈന്റ് പറഞ്ഞ 10 ആൾക്കാരോടും ഞാൻ അവരുടെ സ്റ്റുഡന്റ് എടുത്ത് മാറ്റാൻ പറയുള്ളൂ. ഉൾപ്പെടാൻ മാറ്റിക്കോട്ടെ. കംപ്ലൈന്റ് പറഞ്ഞ ആൾക്കാരോടാണ്, നിങ്ങളോടാണ് പറഞ്ഞത്. ചിലപ്പോ പേടിച്ചിട്ടായിരിക്കും നിങ്ങളെ കുട്ടികൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ പറയാത്തത്. ചിലപ്പോൾ ഒരു സോക്സ് ഒരു ദിവസം ഞാൻ അലക്കിയിട്ട് ലേറ്റ് ആയിട്ട് ഇടാൻ വരുന്നത് എന്റെ കുഞ്ഞ് അത്ര പേടിച്ചോണ്ടാ പറഞ്ഞു. നമ്മൾ ചോദിക്കുന്നത് കൊണ്ട് അവർക്ക് പേടിയുണ്ടാവുമല്ലോ. അല്ല, കുഞ്ഞു പിള്ളേരെയൊക്കെ പേടിപ്പിച്ച് ഇത്രയും ആ ചെറിയ പ്രായത്തിൽ തന്നെ പിള്ളേർക്ക് അത്ര കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് വരുന്നതോറും അവരുടെ പെർഫോമൻസിനെയും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ അത് അഫക്റ്റ് ചെയ്യും. കൊച്ചു കുട്ടികൾക്ക് ശരിക്കും ടീച്ചറിൻ്റെ അടുത്ത് പേടിയല്ല, അവർക്ക് ടീച്ചേഴ്സിൻ്റെ അടുത്ത് പോകാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാക്കുക, അവരെ ഒരു ഫ്രണ്ടിനെ പോലെ കണ്ട് അങ്ങനെയുള്ള ടീച്ചേഴ്സാണ് വേണ്ടത്. കുട്ടികളിൽ സ്കൂളിൽ പോകാനുള്ള താല്പര്യം, അവർക്ക് എനിക്കിന്ന് സ്കൂളിൽ പോകണം, ടീച്ചറിൻ്റെ അടുത്ത് പോകണം, അങ്ങനെ കളിക്കണം പഠിക്കണം എന്നുള്ള ഒരു തോട്ട് ആയിരിക്കണം ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടേണ്ടത്. ഉണ്ടാവേണ്ട ടീച്ചേഴ്സിൻ്റെ അടുത്ത് പോകാൻ, ടീച്ചേഴ്സിൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറയാനും, സ്കൂളിൽ നടന്ന കാര്യങ്ങൾ വീട്ടിൽ പറയാനും നല്ലൊരു ബോണ്ട് ആയിരിക്കണം കൊച്ചുകുട്ടികൾക്ക് ടീച്ചേഴ്സിൻ്റെ അടുത്ത് ഉണ്ടാവേണ്ടത്. അല്ലാതെ ഇങ്ങനെ ഇത്ര ആയിരിക്കരുത്. പിന്നെ വേറൊരു രസകരമായൊരു അനുഭവം പങ്കുവെച്ച ഒരു പാരന്റ് ഉണ്ട് മിസ്റ്റിക്കൽ റോസിൽ. ഭയങ്കര അത് എനിക്കൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ കേൾക്കുന്നത്. ഒരു കുട്ടീൻ്റെ കയ്യിൽ നിന്ന് ചെകിട്ടത്തൊരടി കിട്ടുകയാണ്. ഓക്കെ, ചെകിട്ടത്തൊരടി കിട്ടുമ്പോൾ അധ്യാപനത്തിനെ കുറിച്ച് വാനോളം പുകഴ്ത്തിയ ഫനീറ്റ മാമിനോടാണ് ഞാൻ ചോദിക്കുന്നത്. അടി കിട്ടിയപ്പോൾ ഈ കുട്ടി മാമിനോട് പോയി പറയുന്നു, എന്നെ ഇവൻ ഇങ്ങനെ ചെകിട്ടത്തടിച്ചു. ക്ലാസ് ടീച്ചർ കണ്ടു. അങ്ങനെ ക്ലാസ് ടീച്ചർ എന്താ ചെയ്തത്, നല്ലൊരു അധ്യാപകൻ അല്ലെങ്കിൽ നമ്മളും പിന്നെ പഠിച്ചു കഴിഞ്ഞ ആൾക്കാരാണ്, നമുക്ക് ഒരുപാട് അധ്യാപകന്മാർ പഠിപ്പിച്ച ആൾക്കാരാണ്. അവരെന്താ ചെയ്യുക വെച്ചാൽ ചെയ്ത് തെറ്റാണ്, എന്നത് ആവർത്തിക്കരുത്, അങ്ങനെ മാപ്പ് പറയിപ്പിച്ച് ആവർത്തിക്കരുത്, കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാവും. പക്ഷെ മിസ്റ്റിക്കൽ റോസ് അങ്ങനെയല്ല. 20 വർഷത്തെ പിന്നെ പഠന പാരമ്പര്യമുള്ള മിസ്റ്റിക്കൽ റോസ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണോ അടിച്ച ആ കുട്ടീനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് അവനെ തിരിച്ചടിപ്പിച്ചു. അപ്പം ഞാൻ നിമ്മേച്ചിയാണ് അടിച്ചതെന്നുണ്ടെങ്കിൽ നിമ്മേച്ചിനെ കൊണ്ട് എന്നെ ഒരൊറ്റ അടി. അപ്പം എന്ത് പറഞ്ഞു, പൊട്ടനും കിട്ടി വെട്ടനും കിട്ടി, രണ്ടാൾ ഹാപ്പി, ഓക്കെ. ഇതാണല്ലേ നിങ്ങളുടെ അധ്യാപനം? അല്ല, ആ വോയിസ് എൻ്റെ ഉണ്ട്, എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. എടാ, ഇങ്ങനെയാണോ പിള്ളേരുടെയുള്ള പ്രോബ്ലംസ് ടീച്ചേഴ്സ് സോൾവ് ചെയ്യേണ്ടത്? വയലൻസ് ചെയ്ത് മുന്നോട്ട് പോകാനാണോ പിള്ളേരെ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത്? ഒരു കുട്ടി മറ്റൊരു കുട്ടിയെ അടിച്ചു, ഓക്കെ, കുഞ്ഞു പിള്ളേരല്ലേ, അപ്പോൾ കുസൃതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിവഴക്കൊക്കെ ചെറിയ രീതിയിൽ പിള്ളേരുടെ അടുത്തുണ്ടാവും. തിരിച്ച് ഒരാൾ ഇങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് അതുപോലെ തന്നെ തിരിച്ചു കൊടുക്കണം, വയലൻസിലൂടെ തന്നെ തീർക്കണം എന്നാണ് ടീച്ചർ പറഞ്ഞു കൊടുക്കേണ്ടത്. എന്ത് മെൻറ്റാലിറ്റിയാടാ ടീച്ചറിൻ്റെ? സാധാരണ എനിക്ക് അറിയാവുന്ന ടീച്ചേഴ്സൊക്കെ അങ്ങനെ ചെയ്യരുത്, ഇതാണ് എങ്ങനെയെങ്കിലും പ്രശ്നം സോൾവ് ചെയ്ത് പിള്ളേരെ നല്ല വഴിക്ക് നടത്തിക്കാനാണ് ശ്രമിക്കുന്നത്. ഈ പിള്ളേർ മുന്നോട്ട് പോകുമ്പോഴും ഇത് തന്നെയല്ലേ അവരുടെ മനസ്സിലുണ്ടാവും. ഓക്കെ, അവൻ എന്നെ അടിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞ് തിരിച്ചടിക്കും. അപ്പം വളർന്നു വരുന്നതോറും അവരുടെ ആ ഒരു മെൻറ്റാലിറ്റി അതിനനുസരിച്ചല്ലേ വളർന്നു വരുന്നത്. ഇങ്ങനെയുള്ളതിനൊക്കെ ആരാ പിടിച്ച് ടീച്ചറായിട്ട് വെച്ചിരിക്കുന്നത്? ഇവർക്ക് എങ്ങനെയെങ്കിലും കുറേ പൈസ കിട്ടിയാൽ മതി. ഡൊണേഷൻസ് ഇവർ പറഞ്ഞ പോലെ കുറേ ഫീസ് കാര്യങ്ങളൊക്കെ ഡൊണേഷൻസിലൂടെയും കുറേ ഫീസ് എന്ന് പറഞ്ഞ് കുറേ പൈസ കിട്ടിയാൽ മതി. ഇവർക്ക് പിള്ളേരെങ്ങനെ പോയാലും എന്ത്, പിള്ളേരടി ഉണ്ടാക്കിയാലും എന്ത്, പിള്ളേർ പഠിച്ചില്ലെങ്കിൽ എന്ത്, ഇവർക്കൊന്നുമില്ല. പിള്ളേരെ ടേക്ക് കെയർ ചെയ്യണമെന്നൊന്നും ഇവർക്കില്ല. ഇവർക്ക് കുറേ പൈസ കിട്ടണം, അത്രേ ഉള്ളൂ. പ്യുവർ ബിസിനസ്. നമുക്കത് ആവശ്യമാണ്. പിന്നെ എന്തു തന്നെയായാലും ഇതൊക്കെ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയണമെന്ന് തോന്നി. ഇവര് രണ്ടാമത് പോലീസുകാരെ അവിടെ വിളിച്ചു വരുത്തിയത് നമ്മൾ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പാടില്ല, ഞങ്ങളുടെ റെപ്യൂട്ടേഷനെ ബാധിക്കും ആണല്ലേ. നിങ്ങൾക്ക് നിങ്ങളുടെ റെപ്യൂട്ടേഷൻ എത്ര വലുതാണോ അത്ര വലുതാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മകൻ എന്ന് പറയുന്നത്. മനസ്സിലായി? ഞങ്ങൾക്ക് അത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഈ ലോകത്തുള്ള അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് കാണുന്ന ഓരോ ആളും ഇത് അറിയണം, ഇങ്ങനെയും അധ്യാപകരുണ്ട് എന്നുള്ളത്. അവരുടെ റെപ്യൂട്ടേഷൻ ബാധിക്കണം. ഇത്രയും പൈസയൊക്കെ ആൾക്കാരിൽ നിന്ന് ഇത്രയും പൈസ വാങ്ങിയിട്ട് പിള്ളേർ എന്തെങ്കിലും ചെറിയ തെറ്റ് ചെയ്യുമ്പോഴേക്കോ അല്ലെങ്കിൽ പഠിക്കാൻ കുറച്ച് വീക്കായി കഴിഞ്ഞാലോ ഉടനെ പേരൻസിനെ വിളിച്ച് കുട്ടിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവന് പഠിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് പിള്ളേരെ സ്കൂളിൽ നിന്ന് ഒഴിവാക്കാൻ നോക്കുന്ന അവരുടെ റെപ്യൂട്ടേഷൻ എന്തായാലും പോകണം, അറിയണം. ഇനി പിള്ളേരങ്ങോട്ട് വരാതാവണം, എങ്കിലേ ഇവർ ഇതിനൊക്കെ പഠിക്കത്തുള്ളൂ.
പിള്ളേർ അങ്ങോട്ട് ചെല്ലാതാവണം. ഇവരുടെ ബിസിനസ് കാരണം ഇവർക്ക് ഈ കേട്ട കാര്യങ്ങളിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാക്കുന്നത് പ്യുവർ ബിസിനസ്, പൈസ കിട്ടണം, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്താലും ക്യാച്ചപ്പ് ചെയ്ത് പഠിച്ചു പോകുന്ന പിള്ളേർ കയറി പോകണം, അല്ലാത്തവർ ചിത്രീകരിക്കണമെന്ന് ഇവർക്കുള്ളൂ. കുറച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള പിള്ളേരെ മുന്നോട്ട് കൊണ്ടുവരണമെന്ന് യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇനി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി റെപ്യൂട്ടേഷൻ പോയിട്ട് അങ്ങോട്ട് പിള്ളേർ വരാതാവണം. പിള്ളേരൊന്നും വരാതാവുമ്പോഴേ കുറച്ചൊക്കെ എഫർട്ട് ഇട്ട് പഠിപ്പിക്കാൻ തുടങ്ങിക്കോളൂ. ഇപ്പോൾ അവരുടെ ധൈര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 1-2 പേര് പോയി കഴിഞ്ഞാലും ഇവർക്ക് ഇങ്ങനെ ഒരു പേരുണ്ട്, ഇത്ര വർഷത്തെ പഠിപ്പിക്കൽ നടക്കുന്ന സ്കൂളാണ്, അപ്പോൾ പൈസ എത്ര കൊടുത്തിട്ടാണെങ്കിലും എന്താണ് പേരൻസ് അവരെ കൊണ്ട് വിടും എന്നൊരു ധൈര്യം ഉള്ളതുകൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ധൈര്യം ഇല്ലാതെ വരണം. ഈ ഗവൺമെൻറ് സ്കൂളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണുന്നത് അങ്ങോട്ട് ഇപ്പം പിള്ളേർ വരുന്നില്ല, ആളുകൾ വിടുന്നില്ല, ഫുള്ള് പ്രൈവറ്റ് സ്കൂളിൽ ഫീസ് കൊടുത്തേ പഠിപ്പിക്കും എന്നുള്ള രീതിയിൽ പേരൻസ് മാറിയിട്ടുണ്ട്. അപ്പോൾ അവർ മാക്സിമം എഫേർട്ട് ഇടും. അവരവരുടെ മാക്സിമം എഫേർട്ട് ഇട്ട് എങ്ങനെയെങ്കിലും അവർ പഠിപ്പിച്ച് ഇപ്പോൾ എല്ലാ പിള്ളേരും ഒരുപോലെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാൻ നോക്കി. അവർക്കത് അത്യാവശ്യമാണല്ലോ. അവരുടെ പിള്ളേരില്ലെങ്കിൽ സ്കൂളൊക്കെ പൂട്ടിപ്പോകും. അപ്പോൾ അവർക്കത് അത്യാവശ്യമാണ്. അവർ അത്ര എഫേർട്ട് ഇടും. ഇവർക്ക് എഫേർട്ട് ഇട്ടില്ലെങ്കിലും പിള്ളേരൊക്കെ വരും എന്നുള്ള ധൈര്യത്തിൻ്റെ മുകളിലാണ് ഇങ്ങനെ ഞെളിഞ്ഞിരുന്ന് ഇമാതിരി കൊണയൊക്കെ അടിക്കുന്നത്. അത് ഇല്ലാണ്ടാവണം. കുട്ടികളെ ഇങ്ങനെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റി. നമ്മളെ കുഞ്ഞിനാണ് വിട്ടത് കൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി. ചിലപ്പോൾ ഇനി പലർക്കും പല കാര്യങ്ങളും പറയാനുണ്ട്. നിങ്ങൾ ധൈര്യം ഈ വീഡിയോയുടെ താഴത്ത് കമന്റ് ഇട്ടോളൂ കേട്ടല്ലേ. അപ്പൊ കുട്ടികളെ ഈ മിസ്റ്റിക്കൽ റോസ് എന്ന് പറയുന്ന സ്കൂളിലേക്ക് വിടുന്ന ആൾക്കാർ ദയവ് ചെയ്തിട്ട് ഇതൊക്കെ അറിഞ്ഞിരിക്കാം. നല്ലോണം അന്വേഷിച്ചിട്ട് കുട്ടികളോട് ദിവസവും നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. ഇങ്ങനെ എന്താണ് സ്കൂളിൽ നടക്കുന്നത്, എങ്ങനെയാണ് ഏതാണെന്നൊക്കെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ചോദിക്കാൻ തന്നെ ചെയ്യാം. ഒരാൾ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവര് ഒരു ഘട്ട റേസ് ചെയ്യുമ്പോൾ നിങ്ങൾ 2 ഘട്ട റേസ് ചെയ്ത് നിങ്ങൾ അടങ്ങും. നിങ്ങൾ ഒരു ഘട്ട റേസ് ചെയ്യുമ്പോൾ മിണ്ടാണ്ട് കേട്ടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും വേഴ്സ്റ്റ് ആയിട്ട് ഇത് പോയത്. അല്ലെങ്കിൽ അവർക്ക് ഞാൻ വിചാരിച്ച എന്തും നടക്കും എന്ന് ചിന്തിക്കുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. ഓരോ പാരന്റിനോടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ മക്കൾ സാധനം വന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ പോയി ചോദിക്കുക തന്നെ പറയൂല, ഇതൊന്നും പറയൂല. കുറെ എല്ലാവരും സഫർ ചെയ്യുന്നുണ്ട് പറയില്ല. കാരണം ഞങ്ങളിത് നോട്ട് ചെയ്യാൻ കാരണം വെച്ചാല് സെക്കൻഡ് ടേം തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഇൻസിഡന്റ് കഴിഞ്ഞതിന് ശേഷം സ്കൂളിൽ പോകുന്നുണ്ടെന്ന് നമുക്കറിയാം. അവന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് പോലും പറയാണ്ടായി. സ്കൂളിൽ അങ്ങനത്തെ സംഭവം നടക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ എന്ത് പഠിപ്പിച്ചു നമ്മൾ ചോദിക്കുമ്പോഴും വലിയ പറയാൻ വലിയ താല്പര്യമൊന്നും കാണിക്കില്ല. അല്ലെങ്കിൽ അതിന്റെ ക്ലാസ് ടീച്ചറെ പേരെങ്കിലും ഒരു 10 വട്ടം പറയുന്നുണ്ടായിരുന്നു, അതും പറയുന്നില്ല. പിന്നെ ആകുമ്പോൾ ഞാനത് ശ്രദ്ധിച്ചു തുടങ്ങി. എന്തായാലും ഈ ക്ലാസ് റീസ്റ്റാർട്ട് ചെയ്തിട്ടും ഒരു ഇതില്ല. ഇപ്പോൾ ഇവരുടെ ക്ലാസ്സിലെ കുട്ടി വളരെ സന്തോഷം, സ്വാഭാവികം. വീട്ടിൽ നമ്മൾ മാത്രമല്ല കളിക്കാൻ ആടെ പിള്ളേരുണ്ടാകുമ്പോൾ അവർ ചിരിച്ചും കളിച്ച് നിൽക്കും. അത് സ്വാഭാവികമായ കാര്യമാണ്. സ്കൂളിൽ വരാൻ വേണ്ടി ചില സമയങ്ങളിൽ അധികമൊന്നും പോകുന്നില്ല എന്ന് പറയില്ല. ഇനി എത്ര ദിവസം പോകണം എന്ന് മാത്രം ചോദിക്കാൻ തുടങ്ങി. ഇനി എത്ര ദിവസമുള്ള 2 days പോകണം. ഒരു പേടി വന്നു തുടങ്ങി. ആ പേടി നമ്മൾ ആദ്യം സോക്സിന്റെ സമയത്ത് നമ്മളത് നോട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ അപ്പോഴേ പറഞ്ഞപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു, കൊച്ചുകുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ് ഈ ചെറുതിലെ ഈ pre-KG LKG യുക്കെജിയിലുള്ള ടീച്ചർമാർ ചെയ്യേണ്ടത്. അല്ലാതെ അവർക്ക് ഇമാതിരി ട്രോമ കൊടുത്ത് സ്കൂളിൽ പോകാൻ തന്നെ പേടിയുള്ള ഒരു മെൻറ്റാലിറ്റിയിലോട്ട് പിള്ളേരെ കൊണ്ടുവരരുത്. ഒരു ഇൻട്രസ്റ്റോടെ സ്കൂളിൽ വന്നാൽ എല്ലാവർക്കും പഠിക്കാൻ ഒരു മൈൻഡൊക്കെ കാണും. ഇതിങ്ങനെ പേടിച്ച് അയ്യോ ഇന്ന് സ്കൂളിൽ പോകണമല്ലോ അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി നമുക്ക് ഹാഫ് മൈൻഡായിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബർഡനായിട്ട് തോന്നാറില്ല. അത് പിള്ളേർക്ക്, കൊച്ചു പിള്ളേർക്ക് എസ്പെഷ്യലി നമ്മളിങ്ങനെ വലുതായി കഴിയുന്നതാണ് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇത് ചെയ്യണം എന്ന് നമുക്ക് ബോധം ഉള്ളതുകൊണ്ട് നമ്മളത് കഷ്ടപ്പെട്ട് അധികം ചെയ്യും. പക്ഷെ കൊച്ചു പിള്ളേരുടെ മൈൻഡിൽ ഇങ്ങനെ ഒരു പേടി ട്രോമ ഒക്കെ കൊടുത്ത് സ്കൂളിൽ പോകാൻ പോലും ഇഷ്ടമല്ല എന്നൊരു രീതിക്ക് പിള്ളേരെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ, പേടിപ്പിച്ച് ആ ഒരു പേടിയിൽ പിള്ളേരുടെ മൈൻഡിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും പഠിക്കും, കോൺസെൻട്രേറ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ട് പഠിച്ചാലേ കാര്യങ്ങൾ മനസ്സിലാവും. ഇതിന്റെ കമന്റ് സെക്ഷനിലും കുറെ പേര് വന്ന് പറയുന്നുണ്ട് പ്രൈവറ്റ് സ്കൂളിൽ ആയിരുന്നു, അപ്പോൾ അവിടെ ക്യാച്ചപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, കംപ്ലൈന്റുകൾ കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സ് പറയാൻ തുടങ്ങിയപ്പോൾ അവിടുന്ന് മാറ്റി ഗവൺമെന്റ് സ്കൂളിലൊക്കെ ചേർത്തിട്ട് അവർ നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് വരുന്ന സിറ്റുവേഷൻസ് ഒരുപാട് പേര് ഈ കമന്റ് സെക്ഷനിൽ വന്ന് പറയുന്നുണ്ട്. ഇതിപ്പം ഈ ഒരു സ്കൂളിലെ തന്നെ കാര്യമല്ല, ഒരുപാട് സ്ഥലത്ത് നടക്കുന്ന കാര്യം തന്നെയാണ്. ഈ ഹെലനൊക്കെ ഇത്ര സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഇത്ര ഫോളോവേഴ്സ് ഉള്ളതുകൊണ്ട് അവർ വന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അറിഞ്ഞു. പല സ്കൂളുകളിൽ ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. അതായത് എഡ്യൂക്കേഷൻ ഒരു ബിസിനസ്സായിട്ട് കൊണ്ട് നടക്കുന്ന പല പ്രൈവറ്റ് സ്കൂളുകളിലും അവർക്ക് നാച്ചുറലി ടാലൻറ്റഡ് ആയിട്ടുള്ള, ഓൾറെഡി പഠിക്കാൻ കഴിവുള്ള, ഒന്ന് പറഞ്ഞു കൊടുത്താൽ തന്നെ മനസ്സിലാക്കാൻ കഴിവുള്ള പിള്ളേരെ മതി അവർക്ക്. ബാക്കി ഇച്ചിരി പുറകോട്ട് നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ തന്നെ അറിഞ്ഞാൽ തന്നെ അവരെ ഒന്നിനും കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് സ്കൂളിൽ നിന്ന് പുറത്താക്കുക, സ്കൂൾ മാറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന ഒരുപാട് സ്കൂളുകളുണ്ട്. അത് ഈ കമന്റ് സെക്ഷൻ കണ്ടാലേ നമുക്ക് മനസ്സിലാവും. അങ്ങനെയുള്ള കുറേ പേര് വന്ന് പറയുന്നുണ്ട് സ്കൂൾ മാറ്റി കഴിഞ്ഞപ്പോൾ അവർക്ക് കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് വരുന്നുണ്ടെന്നൊക്കെ. ഓൾറെഡി പഠിക്കാൻ കഴിവുള്ള കുട്ടികൾ പഠിച്ച് കയറി വന്ന് നല്ല മാർക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ അത് കാണിച്ച് ഷോ ഓഫ് ചെയ്യും. പഠിക്കാൻ കുറച്ച് പിന്നോട്ടുള്ള കുട്ടികളെ ഇവർ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കാതെ അവരെ പുറത്താക്കും. അപ്പോൾ പിന്നെ ഓൾറെഡി നാച്ചുറലി പഠിക്കാൻ കഴിവുള്ള കുട്ടികൾ മാത്രമായി കഴിയുന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് നല്ല മാർക്ക് കിട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ ആളുകൾ കാണിക്കാൻ പറ്റും. അങ്ങനെയാണ് സ്കൂളുകൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ടീച്ചർമാർ ചെയ്യേണ്ടത്. പുറകെ നിൽക്കുന്ന കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരുമ്പോഴല്ലേ അവർക്ക് ശരിക്കും ആ സ്കൂളിലെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ആ സ്കൂൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എന്ന്
പറയാൻ പറ്റൂ. ഇത് പുതിയ നല്ലൊരു തലമുറ വാർത്തെടുക്കണമെന്നൊന്നും അവർക്ക് കാണൂല. അവർക്ക് കുറേ പൈസ കിട്ടണം, പേരൻസിനെ പറ്റിക്കണം, വീണ്ടും കുറേ പൈസ ഉണ്ടാക്കണം, ഇത്രേ ഉള്ളൂ. ഇത്രേ അവരുടെ മൈൻഡിൽ കാണും. ശരിക്കും ഇങ്ങനെയുള്ള ഇൻസിഡൻസ് ഇനിയും മുന്നോട്ട് ആളുകൾ കൊണ്ടുവരണം, പ്രതികരിക്കണം. എങ്കിൽ മാത്രമേ ഇവർക്കൊരു പേടി കാണും. ഓക്കെ, കുട്ടികളെ നോക്കണം, നല്ല രീതിയിൽ നോക്കണം, എങ്കിൽ മാത്രമേ വീണ്ടും കുട്ടികൾ ഇങ്ങോട്ട് വരൂ എന്നുള്ളൊരു പേടി ഇവർക്ക് വന്നാൽ മാത്രമേ ഇവർ എല്ലാ കുട്ടികളും ഒരേപോലെ ടേക്ക് കെയർ ചെയ്യും. ഈ പ്രശ്നങ്ങളുടെ ഇടയിൽ നമ്മൾ ഓർക്കേണ്ട ഒരു ഇൻസിഡൻ്റ് ഉണ്ട്. പാലക്കാട് വിദ്യാർത്ഥി അധ്യാപകന് നേരെ കൊലവിളി നടത്തിയ ഇൻസിഡൻറ്റ് കഴിഞ്ഞിടയ്ക്ക് നമ്മൾ ന്യൂസിൽ കണ്ടതാണ്. അപ്പോൾ ആ സാറ് ഇത്ര കാം ആൻഡ് കളക്റ്റഡ് ആയിട്ടാണ് ആ കുട്ടിയുടെ അടുത്ത് ബിഹേവ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് അവനെ ഇതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് വീഡിയോ എടുത്തത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ വളരെ നല്ല രീതിയിൽ എങ്ങനെ ഒരു വിദ്യാർത്ഥിയെ ടീച്ചർ ഹാൻഡിൽ ചെയ്യണമെന്ന് വളരെ ബോധ്യമുള്ളൊരു അധ്യാപകനായിട്ടാണ് നമുക്ക് അയാളെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്രയും മുതിർന്നൊരു വിദ്യാർത്ഥി അത്ര മോശമായിട്ട് പെരുമാറിയിട്ട് പോലും നല്ല രീതിയിൽ ബിഹേവ് ചെയ്ത് അധ്യാപകരുള്ള സ്ഥലത്താണ് ഇങ്ങനെ 4 വയസ്സുള്ള ഒരു കുട്ടിയുടെ അടുത്ത് പോലും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ ഇത്ര മോശമായിട്ട് പെരുമാറുന്ന അധ്യാപകരെ നമ്മൾ കാണുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.